എന്നിങ്ങനെയുള്ള സാന്ത്വനത്തിന്റെ വാക്കുകൾ ഉരുവിടുകയും അത് മനസ്സമാധാനം ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. അത് പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഹിദായയിൽ നിന്നിട്ട് രോഗികളെ ഉദ്ദേശിച്ചിട്ട് സാധനം എന്നൊരു പുസ്തകം തന്നെ പ്രസിദ്ധീകരിച്ചത് താങ്കൾ ഓർക്കുന്നുണ്ടാകും കണ്ടുകാരണം. ഇത് നല്ല കാര്യമാണ്. നമ്മൾ ഈ പുരുഷന്മാരും സ്ത്രീകളും എല്ലാവരും കൂടി സാധാരണഗതിയിൽ ആ കട്ടിലിന് ചുറ്റും ഇങ്ങനെ കൂടി നിൽക്കും. ഈ കൂടി നിൽക്കുന്നതിൽ ഗുണവശമാണോ ഉള്ളത്, അതല്ല ദോഷവശമാണോ? ഇതിപ്പോ ഇന്ന് വ്യാപകമായൊരു വിഷയമാണ്. എന്ന് പറഞ്ഞാൽ രോഗാവസ്ഥയിൽ കിടക്കുമ്പോഴും മരിച്ചു കിടക്കുമ്പോഴും ഒക്കെ ഒരു നിയന്ത്രണവുമില്ലാതെ സ്ത്രീ പുരുഷ ഭേദമന്യേ സന്ദർശകർ കടന്നു വരുന്നതും അതിന് സൗകര്യം ചെയ്തു കൊടുക്കുന്നതുമായ ഒരു കാഴ്ച യഥാർത്ഥത്തിൽ രോഗിയാണെങ്കിലും മയ്യിത്താണെങ്കിലും ജീവിതകാലത്ത് ആർക്കൊക്കെ എങ്ങനെ ബന്ധപ്പെടാൻ പറ്റും, ആർക്ക് കാണാൻ പറ്റും, അവർക്ക് തന്നെയാണ് ഈ സന്ദർഭത്തിലും കാണാനുള്ള പെർമിഷൻ, അവർക്കേ അതിന് അനുമതിയുള്ളൂ. ഇതാണ് അതിന്റെ ശറഈഅത്ത്. മരിച്ചതിന്റെ ശേഷം പല സ്ഥലങ്ങളിലും ആവശ്യമുള്ളവർ കാണേണ്ടവരൊക്കെ വന്ന് കണ്ടോ എന്ന് ക്ഷണിച്ച് അങ്ങനെ സ്ത്രീ പുരുഷ ഭേദമന്യേ മുസ്ലിം മയ്യിത്തുകളും വന്ന് കണ്ടുപോകുന്നത് ദുഃഖകരമാണ്. ജീവിച്ചിരിക്കുന്ന കാലത്ത് ആർക്കൊക്കെ കാണാൻ പറ്റും, അവർക്കൊക്കെ മരണാനന്തരവും കാണാം. ഇതാണ് അതിന്റെ വിധി. അല്ലാത്തവർക്ക് അപ്പോഴും പാടില്ല. ബുസൂരി ഇമാമിന്റെ ബുർദ ബൈത്ത് അതെ പഴയ ആളുകൾ മുമ്പ് കാലത്തെ ചെയ്തു പോരുന്നതായിട്ട് കാണാം. ഇത് ചെയ്യുന്നത് നല്ലതാണോ, അതല്ല ചെയ്യുന്നതിൽ വല്ല അപാകതയും ഉണ്ടോ? നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ രോഗിയുടെ അടുക്കൽ വെച്ചിട്ട് സ്വാലിഹീങ്ങളുടെ സജ്ജനങ്ങളുടെ ചരിത്രം പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നതും അവർക്ക് വലിയ പ്രതിഫലം നേടിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവർക്ക് ആശ്വാസമുണ്ടാക്കുന്നതും അതുപോലെ മഹത്തുക്കളുടെ കീർത്തനങ്ങൾ ഉരുവിടുന്നതും ദിക്റുകൾ ചൊല്ലുന്നതും ഒക്കെ സുന്നത്താണ്. ആ സുന്നത്തിൽപ്പെട്ടൊരു ഭാഗമാണത്. അതുകൊണ്ട് രോഗിക്ക് ഗുണമുണ്ടാവും, രോഗിക്ക് ഗുണമുണ്ടാവും. ആ സ്ഥലത്ത് അള്ളാഹുവിന്റെ പ്രത്യേകമായ റഹ്മത്ത് ഇറങ്ങാൻ അത് കാരണമായി തീരും. ഇത് തന്നെ രോഗിക്ക് വലിയ ഗുണമാണല്ലോ. രോഗി കിടക്കുന്ന സ്ഥലത്ത്, മയ്യത്ത് കിടക്കുന്ന സ്ഥലത്ത് അള്ളാഹുവിന്റെ അനുഗ്രഹം ഇറങ്ങാൻ ഇടവരുന്നൊരു വിഷയം. അത് ചെയ്യുന്ന രോഗിക്ക് മയ്യത്തിനും കൊണ്ടുള്ള കാര്യമാണ്. ആ നിലക്ക് അനുവദനീയമാണ്, പുണ്യവുമാണ്. ഈ സ്ത്രീകളൊന്നായിട്ട്, പ്രത്യേകിച്ച് മക്കൾ, പെൺമക്കളായ ആളുകൾ, ആണുങ്ങൾ അങ്ങനെ കാണുന്നില്ല, ഈ മയ്യത്തിന്റെ മേലേക്ക് കരഞ്ഞങ്ങ് വീഴും. എന്റെ ഉമ്മ അല്ലെങ്കിൽ അങ്ങനെ അല്ല എന്റെ ഉപ്പ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞു വീഴും. അപ്പൊ ഇങ്ങനെ ഈ കരച്ചിൽ, ഇതിനെക്കുറിച്ച് പറയുന്നത്, ഒരാളുടെ മരണം സംഭവിക്കുന്ന അവസരത്തിൽ സ്വാഭാവികമായും ദുഃഖമുണ്ടാകും. ബന്ധുക്കൾക്ക്, അടുത്ത ബന്ധുക്കൾക്കൊക്കെ കൂടുതലായി. പക്ഷെ ശറഈയായിട്ട് അത് നിയന്ത്രിച്ചു കൊള്ളണമെന്നാണ് വിധി. കരയുന്നത് കൊണ്ട് വിരോധമില്ല. കരച്ചിലിന്റെ അർത്ഥം കണ്ണിൽ നിന്നിട്ട് വെള്ളമൊഴുക്കുക, ആ ദുഃഖം പ്രകടമാവുക എന്നാണ്. അതേസമയത്ത് ഒച്ച വെക്കുന്നതും വാവിട്ട് കരയുന്നതും അട്ടഹസിക്കുന്നതും അത് അനിസ്ലാമികമാണ്, ഒഴിവാക്കേണ്ടതാണ്. ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാനും അനുവദിക്കാനും പാടില്ല. അതാണ് സംബന്ധമായിട്ട് പറയുന്നത്. ഈ മയ്യത്തിനെ കിടത്തിയ കട്ടിൽ, അതെ, ഈ കട്ടിലിന്റെ കാലിന് മുകളിൽ ഈ ഒരു എന്തോ മണ്ണെണ്ണയിലൊക്കെ മുക്കിയ ഒരു ശീല ചുറ്റി വെക്കുന്ന സ്വഭാവമുണ്ട്. ഇതിന് പ്രാമാണികമായ പിൻബലോ അല്ലെങ്കിൽ ഇതുകൊണ്ട് വല്ല ഗുണവും? അതെ അതെ. എന്ന് പറഞ്ഞാൽ ഇപ്പൊ മയ്യത്ത്, ആ മയ്യത്തിനോട് പരമാവധി ബഹുമാനം നിലനിർത്തണം എന്ന് ശറഅ് പഠിപ്പിക്കുന്നുണ്ട്. ആ നിലക്ക് നമ്മുടെ മുൻഗാമികളൊക്കെ സാധാരണഗതിയിൽ വല്ല ഉറുമ്പോ അതുപോലുള്ള മറ്റ് പ്രാണികളോ കീടങ്ങളോ ഒക്കെ കാറിയിട്ട് മയ്യത്തിന്റെ ശരീരത്തിൽ ഉപദ്രവിക്കാനും മയ്യത്തിന്റെ ശരീരത്തിൽ കാറിക്കൂടാനും സാധ്യതയുള്ളതുകൊണ്ട് ഇത് തടയാൻ വേണ്ടി മുൻഗാമികൾ ചെയ്തു വരുന്നൊരു മാർഗമാണ് ആ മയ്യത്ത് കിടത്തിയ കട്ടിലിന്റെ കാലിൽ മണ്ണെണ്ണയോ അതുപോലുള്ള വസ്തുക്കളോ മുക്കിയതായ ശീല ചുറ്റും. എന്നാൽ പിന്നെ ഉറുമ്പ് പോലുള്ള കീടങ്ങൾ അങ്ങോട്ട് കാറി മയ്യത്തിനെ ഉപദ്രവിക്കില്ല. ഇതിനു വേണ്ടി ചെയ്യുന്ന ഏർപ്പാടാണത്. മയ്യത്തിനെ ബഹുമാനിക്കുക എന്ന നിലക്കാണ് ചെയ്യുന്നതെങ്കിൽ അതിൽ യാതൊരു വിരോധവുമില്ല. ആവശ്യാനുസാരം അത് ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് അതൊരു പുണ്യകർമ്മമായി കാണേണ്ടതൊന്നുമില്ല. മരണ വീട്ടിൽ അതെ സ്ഥിരമായി ഈ ഉലുവാൻ പുകയിക്കാം, മരിച്ച ആ സമയം മുതൽ അല്ലെങ്കിൽ ചന്ദനത്തിൽ കത്തിച്ചു വെക്കുക, ഇതിന് ഇസ്ലാമികമായ വല്ല പിൻബലവും ഉണ്ടോ? മയ്യത്തിന്റെ പേരിൽ അഥവാ ഇങ്ങനൊരു മയ്യത്ത് ഇവിടെ മരണം നടന്നിരുന്നു, മയ്യത്ത് കൊണ്ടുപോയിട്ടുണ്ട് എന്നതിന്റെ പേരിൽ മയ്യത്ത് എടുത്തു പോയതിന്റെ ശേഷം പിന്നെ അവിടെ പുകയിക്കേണ്ട കാര്യമൊന്നുമില്ല. മയ്യത്ത് കുളിപ്പിക്കുന്ന സ്ഥലം, മയ്യത്ത് കഫൻ ചെയ്യുന്ന അവസരത്തിൽ അതിന് മുമ്പൊക്കെ അവിടെ സുഗന്ധം പുകയിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് ഞാൻ എന്റെ അവതരണത്തിൽ പറഞ്ഞു, മയ്യത്തിന് കുളിപ്പിക്കുന്നതിന്റെ ആദ്യഘട്ടം മാലിന്യങ്ങൾ പുറത്തു വരാൻ സാധ്യതയുള്ളപ്പോഴൊക്കെ ദുർഗന്ധ സാധ്യത കൂടുതലാണ്. ഈ സമയത്തൊക്കെ ഉലുവാൻ പോലത്തെ സുഗന്ധങ്ങൾ പുകയ്ക്കാൻ ഫുഖഹാവ് പ്രത്യേകമായി നിർദ്ദേശിക്കുന്നുണ്ട്. മയ്യത്ത് എടുത്തു പോയതോടുകൂടി പിന്നെ മയ്യത്തിന്റെ പേരിൽ വേണമെന്നില്ല, നമ്മുടെ വീട്ടിൽ സുഗന്ധം ഉണ്ടാകുന്നതിന് വേണ്ടിയാണെങ്കിൽ വിരോധമില്ല, നല്ല കാര്യമാണ്. മയ്യത്തിനെ നോക്ക് കാണുന്നതിൽ ഒരു മുസ്ലിമായ മനുഷ്യനാണല്ലോ, ശരി, അതിൽ വല്ല ഗുണവും ഉണ്ടോ ഇല്ലേ? ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഇത് തികച്ചും കാലിക പ്രസക്തമായൊരു ചോദ്യമാണ്. എന്ന് പറഞ്ഞാൽ ഒരു മരണം നടന്നാൽ ആ മരണ വീട്ടിൽ ചെല്ലുക എന്നതൊരു പ്രത്യേക സുന്നത്താണ്.
എന്നാൽ വന്നവരൊക്കെ മയ്യത്തിനെ കാണുക എന്നത് അതൊരാചാരമാണ്. ഇസ്ലാമികമായി ആ മയ്യത്ത് സ്വാലിഹ്യങ്ങളായ ആളുകൾ ഇങ്ങനെ പ്രത്യേക പരിഗണന ഉള്ളവരാണെങ്കിൽ കാണലും അല്ല ചുംബിക്കലും സുന്നത്തുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ മുഖം ചുംബിച്ചതായി ഹദീസിൽ കാണാം. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ അവിടുത്തെ നെറ്റിത്തടം ചുംബിച്ച സംഭവം ഹദീസിൽ കാണാം. ഇതുപോലെ സജ്ജനങ്ങളിൽപ്പെട്ട മഹാന്മാരായ ആളുകളൊക്കെ ആണെങ്കിൽ ഈ ചുംബിക്കൽ സുന്നത്തുണ്ട്. സാധാരണഗതിയിൽ ഒരു മുസ്ലിം മയ്യത്ത് എന്ന പരിഗണന വെച്ച് താങ്കൾ പറഞ്ഞതുപോലെ മയ്യത്ത് കാണുന്നതോ അതിനുവേണ്ടി ക്യൂ നിൽക്കുന്നതോ പ്രത്യേകമായി യാതൊരു ഗുണവുമില്ല. ഇസ്ലാമികമായി നല്ലതാണെന്ന് പറയാൻ തെളിവില്ലാത്തൊരു കാര്യമാണത്. അഥവാ മയ്യത്ത് കാണുന്നിടത്ത് വ്യക്തമായൊരു നിയന്ത്രണം വേണം. ജീവിതകാലത്ത് കാണാൻ പറ്റുന്നവരാരോ അവർക്ക് കാണാം. ഇവിടെ കുടുംബ ബന്ധത്തിൽപ്പെട്ടവർ തന്നെ മഹറം അല്ലാത്തവരുണ്ടാകാം. ഉദാഹരണം, എളാപ്പാന്റെ മകളാണ്, മൂത്താപ്പാന്റെ മകളാണ്, ഇവർ സാധാരണ ശൈലിയിൽ പെങ്ങളാണെന്ന് പറയും. അത് കുടുംബമാണ് സംഗതി ശരി, പക്ഷേ അവിടെ മഹറമീയത്തില്ല, അജ്നബിയത്താണ്. അപ്പൊ അങ്ങനെ എന്റെ എളാപ്പാന്റെ മകളെയോ മൂത്താപ്പാന്റെ മകളെയോ ജീവിതകാലത്ത് എനിക്ക് കാണാൻ പാടില്ലാത്തതുകൊണ്ട് മരിച്ചതിന് ശേഷവും തന്നെയാണ് വിധി. അപ്പൊ കുടുംബബന്ധം എന്നതിലുപരി മഹറമീയത്തുണ്ടാവണം. വിവാഹബന്ധം ഹറാമായ ആളുകളാണെങ്കിൽ നേരത്തെ കാണാൻ പറ്റും, അവർ മരിച്ചതിന് ശേഷവും പറ്റും. അയൽപക്ക ബന്ധം അല്ലെങ്കിൽ കേവല ബന്ധം ഇതൊന്നും കാണുന്നതിന് ന്യായമല്ല. പലപ്പോഴും നാട്ടിലൊരു പ്രമുഖനോ സാമൂഹ്യ പ്രവർത്തകനോ അങ്ങനെയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അതെ, നാട്ടുകാർ സാധാരണഗതിയിൽ ഈ ഹർത്താൽ ആചരിക്കുക, അതേപോലെ രാഷ്ട്രീയ പാർട്ടികൾ, അതുപോലെ നാട്ടിലുള്ള പ്രമുഖരൊക്കെ കൂടിയിട്ട് ഒരു മീറ്റിംഗ് കൂടിയിട്ട് അനുശോചന യോഗം നടത്തുക. പിന്നെ നാട്ടിൽ പലപ്പോഴും റോഡുകളിൽ നെടുനീളെ ഈ കറുത്ത കൊടി ദുഃഖസൂചകമായി കുത്തുക. ഇതിന് ഇസ്ലാമികമായ മാനം എന്താണ്? താങ്കളുടെ ചോദ്യം രണ്ട് വിഷയം ഉൾക്കൊള്ളുന്നുണ്ട്. അഥവാ ഒരാൾ മരിച്ചതിന്റെ പേരിൽ കട അടുപ്പിച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്നത് ഒട്ടും ശരിയല്ല. അതേസമയം രണ്ടാമത്തൊരു ഭാഗം താങ്കൾ സൂചിപ്പിച്ചത് അനുശോചന യോഗങ്ങളാണ്. ഒരാൾ മരിച്ചാൽ അദ്ദേഹത്തിന്റെ ഗുണവശങ്ങൾ ജനങ്ങൾക്കിടയിൽ പറയുന്നതിന് വേണ്ടി, അദ്ദേഹത്തിനെ പ്രകീർത്തിക്കുന്നതിന് വേണ്ടി വിളിച്ചുകൂട്ടുന്ന യോഗം, ഒരുമിച്ചുകൂടുന്ന ആ പരിപാടി അനുശോചന യോഗം എന്ന് നമ്മൾ പറയും. അത് നല്ലതാണ്, ഇസ്ലാമികമായി സുന്നത്താണെന്ന് പറയാം. അഥവാ ഉദ്കുറു മഹാസിന മൗത്താക്കും, മരിച്ചവരുടെ ഗുണഗണങ്ങൾ, നല്ല കാര്യങ്ങൾ നിങ്ങൾ ജനങ്ങൾക്കിടയിൽ പറയണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമാണ് കഴിഞ്ഞ ഉത്തരത്തിൽ ഞാൻ സൂചിപ്പിച്ചത്. ഒരു മയ്യത്തിന്റെ കുളിപ്പിക്കുന്ന ആൾ വല്ല ഗുണലക്ഷണങ്ങളും കണ്ടാൽ അത് ജനങ്ങൾക്കിടയിൽ പറയൽ ഉത്തമമാണ്. മയ്യത്ത്